ഒരു വിയോഗ വാർത്തയിലേക്കാണ്. പ്രശസ്ത തമിഴ് ചലച്ചിത്ര നടനും സംവിധായകനുമായ ഭാഗ്യരാജ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ശനിയാഴ്ച ചെന്നൈയിലായിരുന്നു അന്ത്യം. 73 വയസ്സായിരുന്നു. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും തമിഴ് ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം പകരം വയ്ക്കാനില്ലാത്ത ഒരു അതുല്യ കലാകാരനെയാണ് നഷ്ടപ്പെടുന്നത്. എപ്പോഴാണ് അന്ത്യം സംഭവിക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും 73-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ നീണ്ട ഒരു സിനിമാ ജീവിതവും അദ്ദേഹം ഈ വിട പറയുന്നത് എന്നുള്ളതാണ്. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഭാഗ്യരാജിൻ്റെ അന്ത്യം. ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. 73 വയസ്സായിരുന്നു. തമിഴ് സിനിമയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഭാഗ്യരാജിൻ്റെ വിയോഗത്തോടു കൂടി ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്ന പോലെ തമിഴ് സിനിമ കണ്ട ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഏറ്റവും മുതിർന്ന സംവിധായകൻ ഭാരതിരാജ വിടവാങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഭാഗ്യരാജും വിട പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട ബന്ധം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടി വരും. കാരണം ഈ ഭാരതിരാജയുടെ ആദ്യ സിനിമയായ 16 വയതിനിലെ എന്ന ചിത്രം, ആ സിനിമയിൽ ഒരു ചെറിയ റോൾ, ഒരു സപ്പോർട്ടിംഗ് റോൾ, ഒരു വളരെ ചെറിയ സമയം, ഒരു 3 മിനിറ്റിൽ ഓളം ഉള്ള ഒരു ചെറിയ റോൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് 1977 സിനിമ സഹസംവിധായകനായാണ് അദ്ദേഹം അതിൻ്റെ കരിയർ തുടങ്ങുകയും ചെയ്യുന്നത്. സംവിധായകരായ ജി രാമകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ഭാരതി രാജയുടെയും സഹസംവിധായകനായിരുന്നു. 16 വയതിനിലെ അദ്ദേഹം അഭിനയിച്ചു 1977. പിന്നീട് ചെറിയ സപ്പോർട്ടിംഗ് റോളുകളൊക്കെ, ചെറിയ ഡ്യൂറേഷനിലുള്ള റോളുകളൊക്കെ ചെയ്തു. പിന്നീട് സിഗപ്പ് റോജാക്കൽ എന്ന ചിത്രത്തിലും, അതും ഭാരതി രാജ സംവിധാനം ചെയ്ത സിനിമയാണ്, അതിലും അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിലും 16 വയതിനിലെയും അതുപോലെ തന്നെ കിഴക്ക് പോകും റെയിൽ എന്നീ 2 ചിത്രങ്ങളിൽ ഭാരതിരാജയുടെ സഹസംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കിഴക്കേ പോകും റെയിൽ എന്ന സിനിമ 1978 അത് ഭാരതിരാജ സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ടിക് 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 1981 ഭാരതിരാജ സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ 2 ചിത്രങ്ങളുടെയും തിരക്കഥ അദ്ദേഹമാണ്, ഭാഗ്യരാജാണ് രചിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സിഗപ്പ് റോജാക്കൽ എന്ന ചിത്രത്തിന് അദ്ദേഹം സംഭാഷണങ്ങളും രചിച്ചു എന്നുള്ളതാണ്. ഒരു മഹാരഥനായ സംവിധായകനൊപ്പം തന്നെയാണ് ഭാഗ്യരാജും അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1979 ഭാഗ്യരാജ് സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. അത് സുവരില്ലിത ചിത്തിരകൾ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്നത്. 1979 പിന്നീട് പുതിയ വാരങ്ങൾ എന്ന ചിത്രത്തിൽ നായകനായി അരങ്ങേറ്റം കുറിച്ചു. അതുപോലെ തന്നെ പുതിയ വാർപ്പുകൾ 1979 പുറത്തിറങ്ങിയ സിനിമയാണ്. അതിൽ മികച്ച രചയിതാവിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തെ തേടി എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സാധാരണ നിലയിൽ അദ്ദേഹം എപ്പോഴും പിന്നീട് സംവിധാനം ചെയ്യുന്ന സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം എഴുതിയ സിനിമകളിൽ അഭിനയിക്കാതിരുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. അദ്ദേഹം നിരവധി പുതുമുഖങ്ങളെ കൂടി ഈ തമിഴ് സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിലൊരാളായ ഉർവശി ഒരു നായികയായി അരങ്ങേറുന്നത് ഭാഗ്യരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെയാണ്. അത് 1983 മുണ്ടനൈ മുടിച്ചു എന്ന സിനിമ. ആ സിനിമയിലാണ് ഉർവശി ആദ്യമായി ഈ നടി എന്ന നിലയിൽ, ഒരു നായിക എന്ന നിലയിൽ വരുന്നത്. 85 കൽപ്പന, ഉർവശിയുടെ സഹോദരി, മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിലൊരാളായ കൽപ്പന ആ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഈ സിനിമയിലൂടെയാണത്. ചിന്ന വീട് എന്ന സിനിമയാണ്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ട്. നിരവധി താരങ്ങളെ അദ്ദേഹം സിനിമയ്ക്കായി നൽകിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹിന്ദിയിലും അദ്ദേഹം ചില സിനിമകൾ റീമേക്കായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ രാജേഷ് ഖന്നയെ അടക്കം അവതരിപ്പിച്ചു. മുണ്ടനെ മുടിച്ചു എന്ന ചിത്രം, അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അതിൽ രാജേഷ് ഖന്നയാണ് അതിൽ നായകനായി അഭിനയിച്ചത് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഏതാണ്ട് 75ഓളം സിനിമകൾ ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. 25ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനവും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ
ഒരു നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. നമുക്ക് മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ച സിനിമ എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മിസ്റ്റർ മരുമകൻ എന്ന ചിത്രമാണത്. ദിലീപ് നായകനായ സിനിമയാണ്. അതിൽ ഖുഷ്ബുവും ഷീലയും ഒക്കെ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേഷത്തിലാണ് ഭാഗ്യരാജ് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതായി വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായി തന്നെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. 1989 MGR മക്കൾ മുന്നേറ്റ കഴകം എന്ന പാർട്ടി, MGR പോപ്പുലർ പ്രോഗ്രസീവ് ഫെഡറേഷൻ, അത് 1900 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും പിന്നീട് അദ്ദേഹം 2006 DMK-യിൽ അംഗത്വം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യവും കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും തമിഴ് സിനിമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് തന്നെ വലിയ ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായ സിനിമകളാണ്. ഏറ്റവും വ്യത്യസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു, വ്യത്യസ്തനായ സംവിധായകനായിരുന്നു ഭാഗ്യരാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കോമഡിയുണ്ട്, കുടുംബ കഥകൾ അദ്ദേഹം പറഞ്ഞു, പ്രണയം, സാമൂഹിക വ്യാഖ്യാനം എന്നിവ സമന്വയിപ്പിച്ചിട്ടുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എന്ന് പറയുന്നത്. മധ്യവർഗ കഥാപാത്രങ്ങളെ അതുപോലെ തന്നെ വൈകാരികമായ കഥപറച്ചിലൊക്കെ ഈ സിനിമകളുടെ വളരെ പ്രത്യേകതകളായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും തമിഴ് സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ് ഭാഗ്യരാജിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. ശരി, എന്തായാലും തമിഴ് ചലച്ചിത്രത്തെ സംബന്ധിച്ചും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കലാകാരനെയാണ് നഷ്ടപ്പെടുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് ശനിയാഴ്ച ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. 73-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.